സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനവുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയതായ സാവകാശത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സുഖമായിരിക്കുന്നോ? നിങ്ങൾ സുഖമായിരിക്കേണ്ടതിനും എല്ലാ രീതിയിലും അനുഗ്രഹം പ്രാപിക്കേണ്ടതിനും അവൻ്റെ ഹിതമനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടതിനും ആത്മീയമായി ബലം പ്രാപിച്ചുകൊണ്ട് എല്ലാ രീതിയിലും ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി സന്തോഷവും സമാധാനമുള്ളവരായിട്ട് ജീവിച്ചു പോകേണ്ടതിനും വേണ്ടി ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവവചന സത്യത്തെ മനസ്സിലാക്കി അവൻ്റെ സാക്ഷികളായി ലോകത്തിൽ ജീവിക്കേണ്ടതിന്, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, അതുപോലെ ഭൗതികമായി നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ പ്രാപിക്കേണ്ടതിനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ദിനംതോറും അവൻ്റെ കൃപയിൽ നാം വർദ്ധിച്ചു വരേണ്ടതിന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. അവൻ്റെ സാക്ഷികളായി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. അപ്പോൾ ഈ ദിവസം ദൈവവചനം കേൾക്കുവാൻ ഒരുക്കമാണല്ലോ. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. തിമോത്തിയോസിന് എഴുതിയതായ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും, ധനമോഹം 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 ധനമോഹം, പണം 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 എന്നുള്ള ചിന്ത മാത്രം. എന്താണ്? പണമുണ്ടാക്കണം 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 പണമുണ്ടാക്കണം. ഇപ്പോൾ ഇവരുടെ ഹൃദയം ടപ് ടപ് എന്നല്ല അടിക്കുന്നത്, പണം 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 എന്നാണ് അടിക്കുന്നത്. ഇപ്പോഴെങ്ങനെയാണ് ഇവരുടെ ഹൃദയങ്ങൾ ഇടിക്കുന്നത്? പണം 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 പണം. പണം എങ്ങനെ ഉണ്ടാക്കണം? അതിക്രമം ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ സമ്പാദിക്കുവാൻ പറയുന്നില്ല. നിന്റെ അധ്വാന ഫലത്തെ ഞാൻ അനുഗ്രഹിക്കാമെന്നാണ് പറഞ്ഞത്. ഇന്ന് നിനക്ക് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും കോടീശ്വരനാകുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നീ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? വഞ്ചന, കളവ്, കൈക്കൂലി, കവർച്ചകൾ, പലിശയ്ക്ക് കൊടുക്കുന്നു. പണത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ആർക്കും ഒരേ സമയം 2 യജമാനനെ സേവിക്കുവാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. പണത്തെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് ഹല്ലേലൂയ പറയാമോ? ആഹാ, ഓഹോ, വെരി ഗുഡ്. ആരെങ്കിലും ഒരു 1000 രൂപ നിങ്ങൾക്ക് തന്നാൽ വാങ്ങിച്ചു. അപ്പോൾ എന്തു പറയും? ഇങ്ങനെ പറയുമോ? എന്തിനാണ് ഇപ്പോൾ ആ പണം നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ? ആദ്യം പറയുക, ഈ പണം എനിക്ക് എന്തിനാണ് നൽകുന്നത് എന്ന് പറയാൻ കഴിയുമോ? വെറുതെ തരികയാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വെറുതെ ആവശ്യമില്ല, പണം ആവശ്യമില്ല എന്ന് പറയാൻ കഴിയുമോ? ആരേലും അങ്ങനെ പറയുമോ ഇക്കാലത്ത്? നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, പണമെന്ന് കേട്ടാൽ പിണവും വാ തുറന്ന് വരുമെന്നാണ് പറയാറുള്ളത്. പണമെന്ന് പറഞ്ഞാൽ പിണവും വാ തുറക്കുമെന്ന്, അതായത് മരിച്ചു കിടക്കുന്ന ആള് പോലും പണമെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് വരുമെന്നാണ് പറയുന്നത്. ഹിന്ദിക്കാരാണെങ്കിൽ പറയും പൈസ ഹമാര പരമേശ്വർ ഹേ എന്ന്, അതായത് പൈസയാണ് ഞങ്ങളുടെ ദൈവമെന്ന്, പണമാണ് ദൈവമെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പണം നിങ്ങളെ രക്ഷിക്കുമോ? നിങ്ങളുടെ പണം നിങ്ങൾക്ക് ജീവൻ നൽകുമോ? നിന്റെ പണം നിനക്ക് സമാധാനം നൽകുമോ? നിന്റെ പണം കൊടുത്ത് ബെഡ് വാങ്ങാൻ കഴിയുമെന്നാൽ ഉറക്കത്തെ വാങ്ങുവാൻ കഴിയുകയില്ല. നിന്റെ പണം കൊടുത്ത് നല്ല ആഹാരം വാങ്ങാൻ കഴിയുമെന്നാൽ നിനക്ക് അതുകൊണ്ട് വിശപ്പ് വാങ്ങാൻ കഴിയില്ല. പലർക്കും ഈ കാലത്ത് വിശപ്പില്ല. എല്ലാമുള്ളവർക്ക് ഇന്ന് വിശപ്പില്ല. ആഹാരം കഴിച്ചാലും അത് ദഹനം നടക്കുന്നില്ല. ഈ ലോകത്ത് പണം കൊണ്ട് നേടുവാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പണം, ഛീ, ഞാനതിനെ ആശിക്കില്ല, ഞാനതിൻ്റെ പിറകെ പോകില്ല എന്ന് ജോൺ വെസ്ലി എന്ന ദൈവത്തിൻ്റെ ഭക്തൻ പറയാനിടയായി. പണം നമുക്ക് ആവശ്യമാണ്. പണം നമുക്ക് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കണം. എന്നാൽ പണത്തെ നമ്മുടെ യജമാനനാക്കി മാറ്റുകയാണെങ്കിൽ അത് നമ്മെ തകർക്കാനിടയാകും. ധനമോഹം സകല ദോഷത്തിനും ഹേതുവാകുന്നു. പണത്തെ സ്നേഹിക്കരുത്. പണത്തിനു വേണ്ടി കൊലപാതകം ചെയ്യുന്നവരുണ്ട്, പണത്തിനു വേണ്ടി വഞ്ചന ചെയ്യുന്നവരുണ്ട്, പണത്തിനു വേണ്ടി ഭാര്യയെ വഞ്ചിക്കുന്ന ആളുകൾ, അങ്ങനെ പണമോഹത്തിൽപ്പെട്ടുകൊണ്ട് ഈ കാലത്ത് ദോഷം പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളെ കാണുന്നു. മനുഷ്യൻ അന്ത്യകാലത്ത് ധനമോഹമുള്ളവരായിട്ട് കാണപ്പെടുന്നു. നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെയാണോ സ്നേഹിക്കുന്നത്? പറയുക.
യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുക. എലീശ പ്രവാചകന്റെ അരികിലേക്ക് നായമാൻ സ്വർണവും വെള്ളിയും നല്ല വസ്ത്രങ്ങളൊക്കെ ആയിട്ട് വരുവാനിടയായി. എന്നെ സൗഖ്യപ്പെടുത്തിയതിന് പകരമായി എല്ലാം നൽകുവാൻ വേണ്ടി തയ്യാറായിട്ടാണ് വന്നത്. അവനെന്താണ് പറഞ്ഞത്? എനിക്കത് വേണ്ട. അവനങ്ങനെ തിരികെ പോകുന്ന സമയത്ത് ഗേഹസി പിന്നാലെ ചെന്നിട്ട് കള്ളം പറഞ്ഞ് പണം വാങ്ങുവാനിടയായി. വന്നിട്ട് നേരെ ഒന്നും അറിയാത്ത രീതിയിൽ വന്ന് നിൽക്കുകയാണ്. എവിടെ പോയെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ എവിടെയും പോയില്ല എന്ന്. അപ്പോഴെന്ത് പറഞ്ഞു? നായമാനെ വിട്ടുപിരിഞ്ഞ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും ഉണ്ടാകട്ടെ. എലീശ പറയുവാനിടയായി. ഗേഹസിക്ക് ആവശ്യമായ പണമുണ്ട്. പോക്കറ്റ് നിറയെ പണമുണ്ട്, കൈ നിറയെ കുഷ്ഠമുണ്ട്. എന്തു വേണം? ശരീരം മുഴുവനും കുഷ്ഠമാണ്, അവന്റെ കയ്യിൽ പണമുണ്ട്. എന്താണ്? ശരീരമാണോ പ്രധാനം അതോ വസ്ത്രമാണോ പ്രധാനം? ഏതാണ്? ശരീരമാണ് പ്രധാനം. ദൈവം നൽകിയിരിക്കുന്നതായ ആരോഗ്യമാണ് നിനക്ക് പ്രധാനമത്. അന്ത്യകാലത്ത് മനുഷ്യൻ ധനമോഹികളായിട്ട്, പണത്തെ സ്നേഹിക്കുന്നവരായിട്ട്, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായിട്ട് തീരും. അന്ത്യകാലത്തുള്ളവരായ മനുഷ്യർ സ്വാർത്ഥരായിരിക്കും, ധനമോഹികളായിരിക്കും, വ്യാജം പറയുന്നവരുമായിരിക്കും. വ്യാജമെന്ന് പറയുമ്പോൾ എന്താണത് പറയുന്നത്? അതായത് കള്ളം പറയുന്നവരും അതുപോലെ വഞ്ചന കാണിക്കുന്നവരും ഉണ്ടായിട്ടുമില്ലെന്ന് പറയുന്നവരും. അതായത് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ കാനറ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. കാനറ ബാങ്കിലാണോ? കാനറ ബാങ്കിൽ ഏത് പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്? അവിടെ ക്ലീനിങ് സെക്ഷനിലാണ്. അതായത് തറയൊക്കെ തുടയ്ക്കുകയാണ്. ഈ പറഞ്ഞ വ്യക്തിക്ക് കാനറ ബാങ്കിലെ കാഷ്യർ ആരാണ്, മാനേജർ ആരാണ് എന്നുപോലും അറിയില്ല. എന്തിനാണ് അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നത്? എന്തിനാണ് വെറുതെ പൊങ്ങച്ചം പറയുന്നത്? നമ്മൾ ഉള്ളതുപോലെ പറയുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിത്തീരും. അല്ലാതെ ഇങ്ങനെ വ്യാജം പറയുന്നത്, പൊങ്ങച്ചം പറയുന്നത് പിശാചിന്റെ മക്കളാണ്. നമ്മൾ അങ്ങനെ ആയിരിക്കുവാൻ പാടില്ല. അതുകൊണ്ട് അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും, അടുത്തതെന്താണ്? വായിക്കുക. അഹങ്കാരികളും. എന്താണ് പറയുന്നത്? എന്തൊരു സ്വഭാവമാണ്? അഹങ്കാരം. ഇവരുടെ തല ഒരിക്കലും അവർ കുനിക്കില്ല, തല ഉയർത്തിപ്പിടിക്കും. ഗർവം, അഹങ്കാരം. ഗർവം എന്താണെന്ന് ഒരാൾ ചോദിക്കാനിടയായി. നിനക്ക് ഗർവമുണ്ടോ എന്ന് ഇപ്പോൾ ഞാൻ പരിശോധിച്ച് പറയാമെന്ന് അയാൾ പറഞ്ഞു. ശരി, കേൾക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ നിനക്ക് ഗർവമുണ്ടെന്ന്. ആരെങ്കിലും എന്തെങ്കിലും നിന്നോട് പറഞ്ഞു തന്നാൽ എന്നോടെന്തിനാണ് പറയുന്നത്, എനിക്കറിയാമല്ലോ എന്നുള്ളതായ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വന്നാൽ നിന്നിൽ ഗർവമുണ്ടെന്നാണ് അർത്ഥം. എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കറിയാമല്ലോ എന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നിന്നിൽ അഹങ്കാരമുണ്ടെന്നാണ് അർത്ഥം. എന്തെങ്കിലും പറഞ്ഞാൽ വകവയ്ക്കാതിരിക്കുന്നത്, അനുസരിക്കാതിരിക്കുന്നത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അഹങ്കാരികളെ ദൈവം ദൂരത്ത് നിന്ന് നോക്കുമെന്നാണ് പറയുന്നത്. അഹങ്കാരികളെ ദൈവം വെറുക്കുന്നുവെന്നാണ് പറയുന്നത്. എൻ്റെ വചനം അംഗീകരിച്ച് താഴ്മയോടെ അനുസരിക്കുന്നവൻ്റെ മേൽ ഞാൻ ദൃഷ്ടി വയ്ക്കാമെന്ന് പറഞ്ഞു. അഹങ്കാരികളെ അവൻ വെറുക്കുവാനിടയാകും. അഹങ്കാരികൾ പിശാചിന്റെ സംബന്ധികളാണ്. താഴ്മയുള്ളവർ ദൈവത്തിൻ്റെ സംബന്ധികളാണ്. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും. ആരാണ് ദൂഷകന്മാർ? വഴക്കുണ്ടാക്കുന്നവർ, ചീത്ത വിളിക്കുന്നവർ. സത്യം പറയും, ഇവിടെ ഇരിക്കുന്ന ആളുകൾ ചീത്ത വിളിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ മക്കളായതിനു ശേഷം നമ്മുടെ വായിൽ നിന്ന് ചീത്ത വരുവാൻ പാടില്ല. അശ്ലീലമായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. മോശമായ വ്യർത്ഥമായ വാക്കുകൾ നാം ഉപയോഗിക്കുവാൻ പാടില്ല. നിന്റെ ആദരത്തെ ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്നു. അന്ത്യകാലത്ത് മനുഷ്യർ ചീത്ത വിളിക്കുന്നവരാകും. ഞാൻ കാപ്പവരം എന്ന ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ മുൻപിലുള്ള 2 വീട്ടുകാർ തമ്മിൽ ഏതു സമയത്തും വഴക്കാണ്. നേരം വെളുക്കുമ്പോൾ തുടങ്ങും ഒരു സ്ത്രീ, അത് പിന്നെ വൈകുന്നേരം വരെയും അതാണ്. അവർ ക്ഷീണിക്കുകയാണെങ്കിൽ അവരുടെ മകളെ പിന്നെ പറഞ്ഞു വിടും. മകള് വന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യും. ദൈവമേ, കഴിഞ്ഞല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഈ വീട്ടുകാർ ക്ഷീണിച്ച് ചീത്ത വിളിച്ച് ക്ഷീണിക്കുന്നവരെ മറ്റുള്ള വീട്ടുകാർ വെളിയിൽ വരത്തില്ല.
ഇവർ ക്ഷീണിച്ച് കയറി പോകുമ്പോൾ മറ്റേ ആളുകൾ ഇറങ്ങി വരാൻ തുടങ്ങും. ആ അങ്ങനെയാണോ, നീ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, എൻ്റെ കെട്ടിയവനല്ല നിന്റെ കെട്ടിയവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പിന്നെ ചീത്തവിളി തുടങ്ങും. പിന്നെ രണ്ട് വീട്ടുകാരും ഇറങ്ങി വന്ന് തുടങ്ങുകയാണ്. എന്താണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്? ചീത്ത വിളിച്ച് ബഹളമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചീത്ത വിളിച്ച് ആ ചീത്തയാണ് ഇവരുടെ കൊച്ചുകുട്ടികൾ പോലും പഠിക്കുന്നത്. പിന്നെ നോക്കുന്ന സമയത്ത് അവർ LKG UKG ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു, സ്കൂളിൽ പോകേണ്ട കാര്യമില്ല. ആ നാട്ടുകാർക്കെല്ലാം ആ ചീത്തയെല്ലാം നല്ലവണ്ണം അറിയാം. ജാഗ്രത, നിങ്ങൾ ദൈവത്തിൻ്റെ പൈതങ്ങളാണെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് ഒരിക്കലും ചീത്ത വരാൻ പാടില്ല. എൻ്റെ വായ നീ ശുദ്ധീകരിക്കുമാറാകണമേ, എൻ്റെ വായിലെ വാക്കുകൾ നിനക്ക് പ്രസാദകരമായിട്ട് മാറട്ടെ എന്ന് പറയുന്നു. അന്ത്യകാലത്ത് പരസ്പരം ദൂഷണം പറയും ജനം. ദൂഷണം പറഞ്ഞ് പരസ്പരം വിദ്വേഷമുള്ളവരായിട്ട് തീരും. അങ്ങോട്ടും ഇങ്ങോട്ടും ദൂഷണം പറഞ്ഞ് കുറ്റം പറഞ്ഞ് പരസ്പരം ചെളിവാരി എറിയുന്നതായ രീതിയിലായിരിക്കും. മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്ത്യകാലത്ത് മനുഷ്യർക്ക് വ്യർത്ഥമായ സംസാരമുണ്ടാകും. പ്രാർത്ഥിക്കുവാൻ സമയമില്ലെന്നാണ് പറയുന്നത്. വചനം വായിക്കുവാൻ സമയമില്ലെന്നാണ് പറയുന്നത്. ദൈവവചനം കേൾക്കാൻ സമയമില്ലെന്നാണ് പറയുന്നത്. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാൻ മനുഷ്യർ മണിക്കൂറുകൾ ചിലവഴിക്കുന്നു. ജാഗ്രത, ചീത്ത വിളിക്കാതെ നിന്റെ വായ അടയ്ക്കുക. ചീത്ത കേൾക്കാതിരിക്കാൻ നിന്റെ ചെവിയെ അടയ്ക്കുക. കാരണം നീ എന്താണോ കേൾക്കുന്നത് നീ അത് തന്നെ സംസാരിക്കുവാനിടയാകും. അതുകൊണ്ട് നമ്മുടെ കാതുകളെയും നമ്മുടെ ആദരത്തെയും ദൈവത്തിന് സമർപ്പിക്കണം. കേൾക്കുന്നത് ദൈവത്തിന്റെ വചനങ്ങളായിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതുകളെ ഒരുക്കിയെടുക്കേണ്ടതാണ്. അന്ത്യകാലത്ത് മനുഷ്യർ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായിട്ട് മാറുന്നുവെന്ന് വചനം പറയുന്നു. എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കും എന്ന് പറയുന്നവർ കൈ ഉയർത്തുക. മക്കൾ ഞങ്ങളെ അനുസരിക്കുമെന്ന് പറയുന്നവർ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ ഇവിടെയുണ്ട്. ഇന്ന് ദുഃഖിക്കുന്ന എത്രയോ രക്ഷാകർത്താക്കളുണ്ടെന്നറിയാമോ? ഞങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ല. മക്കൾ പറഞ്ഞാൽ കേൾക്കില്ല. എത്രയോ കഷ്ടപ്പെട്ടാണ് അവരെ വളർത്തിയത്. എത്രയോ സ്നേഹിച്ച് എത്രയോ വാത്സല്യത്തോടു കൂടിയാണ് അവരെ കൊണ്ടുവന്നത്. എത്രയോ കഷ്ടപ്പെട്ടാണ് അവരെ വളർത്തി പഠിപ്പിച്ച് ഇന്ന് അവർ എൻ്റെ വാക്ക് കേൾക്കാതെ ഇഷ്ടം പോലെ ജീവിക്കുന്നു. അവരുടെ ഇഷ്ടമനുസരിച്ചവർ വിവാഹം കഴിച്ചിരിക്കുന്നു. പോട്ടെ, ഇഷ്ടമുള്ളതുപോലെ വിവാഹം കഴിച്ചു, അത് കുഴപ്പമില്ല. എന്നാൽ അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടോ? അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്ത വിവാഹബന്ധത്തിൽ അവർക്കിപ്പോൾ സന്തോഷം ഇല്ല. എത്രയോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. നീ ദീർഘായുസ്സോടെ ഇരിക്കണമെങ്കിൽ നിന്റെ അമ്മയെയും അപ്പനെയും നീ ബഹുമാനിക്കുക. നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീർ നിനക്കൊരിക്കലും അനുഗ്രഹം ആകില്ല. 10ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും കുട്ടികൾക്ക് അനുസരണക്കേട് കൂടും. അങ്ങനെ 10ാം ക്ലാസ് ഫെയിലായി പോകും. ഭാവി മുഴുവനും നശിക്കും. അന്ത്യകാലത്ത് മക്കൾ അമ്മയപ്പന്മാരെ ബഹുമാനിക്കില്ല. അത് ഈ കാലത്ത് കാണുന്നുണ്ട്. എത്രയോ യൗവനക്കാരായിരിക്കുന്ന മക്കൾ ടീനേജ് പ്രായത്തിലാകുമ്പോൾ മാതാപിതാക്കളെ അനുസരിക്കാതെ ഇരിക്കുന്നു. അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു. അനുസരണക്കേട് നാശത്തിൻ്റെ അടയാളമാണ്. അനുസരണം അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. അടുത്തത് നന്ദി കെട്ടവർ. എന്താണ്? നന്ദിയില്ലാത്തവർ. ദൈവം ചെയ്തതായ നന്മകൾക്ക് നന്ദിയില്ലാത്തവർ. ഒരു ദേവദാസൻ തൻ്റെ വീട്ടിലിരുന്ന പഴയ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അത് പഴയ സാധനങ്ങൾ വാങ്ങുന്നതായ ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി അത് വെക്കുകയാണ്. അങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്ത് മാറ്റിവെക്കുന്ന സമയത്ത് അടുക്കളയിൽ പൊട്ടിയതായ ഒരു പിഞ്ഞാണം കണ്ടു. ആ പൊട്ടിയതായ പഴയ പാത്രവും എടുത്തിട്ട് പഴയ വസ്തുക്കൾ വാങ്ങുന്നതായ വ്യക്തിക്ക് കൊടുക്കുന്നതായ സമയത്ത് ആ ദേവദാസി ഓടി വന്നിട്ട് പറയുകയാണ്, അത് കൊടുക്കണ്ട, അവിടെ ഇരിക്കട്ടെ എന്ന്. ഇതെന്തു ചെയ്യാനാണ്? ഈ പഴയ പിഞ്ഞാണം എന്തു ചെയ്യാനാണിപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ദേവദാസി പറയുകയാണ്, നമ്മൾ ആദ്യമായിട്ട് ഈ ഗ്രാമത്തിൽ ദൈവവേല ചെയ്യുവാൻ വേണ്ടി വന്നപ്പോൾ ഈ ഒരു പ്ലേറ്റ് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ആദ്യം അങ്ങയ്ക്ക് കൊടുത്തിട്ട് അതിനുശേഷമായിരുന്നു ഞാനിതിൽ ഭക്ഷിച്ചത്. നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷവും ഇതിൽ തന്നെയാണ് ഞാൻ ആഹാരം കൊടുത്തിരുന്നത്. ദൈവം നമുക്ക് ഈ ദിവസം 24 സ്റ്റീൽ പ്ലേറ്റും 10-12 സോസർ പ്ലേറ്റുകളും നല്ല ഒരു വീടും നല്ല ഫർണിച്ചറുകളും ഇത്രയും അനുഗ്രഹങ്ങൾ നൽകാനിടയായി. എന്നെ ദൈവം ഏത് സ്ഥിതിയിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഓർക്കുന്നതിന് വേണ്ടി ഈ പാത്രം ഞാൻ ഒട്ടിച്ച് അടുക്കളയിൽ വെച്ചാക്കാമെന്ന് പറഞ്ഞു. ദൈവം എന്നെ ഈ സ്ഥിതിയിൽ നിന്നും ഈ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു എന്ന നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയായിരിക്കുവാൻ. ഈ കാലത്ത് നല്ലൊരു വീട് വെച്ചാൽ ആളുകൾ ആദ്യം പറയും, ദൈവം നല്ലൊരു വീട് നൽകി, ഹല്ലേലൂയ ഹല്ലേലൂയ.
അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞിട്ട് പറയാം, അപ്പുറത്തെ വീട് കണ്ടിട്ട്, ഓ അവർക്ക് 2 നിലയുണ്ട്, ഞങ്ങൾക്ക് ഒറ്റ നില വീടേ ഉള്ളൂ, ഈ വീട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയും. ഈ കാലത്തുള്ളതായ ആളുകൾക്ക് കൃതജ്ഞതയില്ല. വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങാൻ കഴിഞ്ഞാൽ അതാണ് അനുഗ്രഹം. സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞാൽ അത് ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. ഒരു സഹോദരൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നിനക്ക് നന്ദി കരറ്റുന്നു. നിന്നെ വിശ്വസിച്ചതിന് ശേഷം, ആ ജയ്പോൾ പാസ്റ്റർ പറഞ്ഞതായ പ്രസംഗം കേട്ടതിന് ശേഷം, ഇപ്പം ഞാൻ കള്ളം പറയുന്നില്ല, കൈക്കൂലി വാങ്ങുന്നില്ല, പലിശയ്ക്ക് കൊടുക്കുന്നില്ല, കയ്യിൽ 1 രൂപ പോലും ഇല്ല, എൻ്റെ ചെരുപ്പാണെങ്കിൽ തേഞ്ഞു പോയിരിക്കുന്നു, ചെരുപ്പ് പോലും വാങ്ങാൻ കാശില്ല, ആമേൻ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സഹോദരനെ കണ്ടു. മുട്ടിന് താഴേക്ക് ആ വ്യക്തിക്ക് കാലയില്ല. ആ വ്യക്തി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നിനക്ക് നന്ദി കരറ്റുന്നു, കർത്താവേ എനിക്ക് ചെരുപ്പില്ലെങ്കിലും കുഴപ്പമില്ല, നീ എനിക്ക് കാല് തന്നല്ലോ, നന്ദി കരറ്റുന്നു എന്ന്. ചെരുപ്പാണ് പ്രധാനം, കാലാണ് പ്രധാനം. കാലില്ലാത്തവന് ഷൂ മേടിച്ചാൽ എങ്ങനെയാണ് ഇട്ടുകൊണ്ട് നടക്കാൻ കഴിയുന്നത്? കൈക്കിടുമോ? ഇല്ലാത്തതിനെ ഓർത്ത് കരയുന്നത് ശരിയല്ല. ഉള്ള കാര്യത്തിൽ സംതൃപ്തിയോടെ ആയിരിക്കാൻ പഠിക്കണം. അപ്പോഴാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. മനുഷ്യൻ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ നന്മ പ്രാപിച്ചിട്ട് അനുഭവിച്ച് അത് മറന്നിട്ട് പറയും, എന്താണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യമെന്ന്. മനുഷ്യന്റെ സ്വഭാവം എന്താണ്? തരൂ 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 എന്നാണ് പറയുന്നത്. ദൈവം എത്ര നല്ലവനാണെന്നറിയാമോ? അവൻ നൽകുന്നു നൽകുന്നു നൽകുന്നു, നമ്മോട് ക്ഷമിക്കുന്നു. മനുഷ്യൻ വാങ്ങിക്കുന്നു വാങ്ങിക്കുന്നു വാങ്ങിക്കുന്നു, മറന്നു പോകുന്നു. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. നാം എങ്ങനെയുള്ള സ്വഭാവമുള്ളവരായിരിക്കണം? ദൈവത്തിന്റെ സ്വഭാവമുള്ളവർ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവർ ദൈവത്തിന്റെ മക്കളാകുന്നു. അവർ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നവരാണ്. അന്ത്യകാലത്തുള്ള ജനത്തിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അവർ ധനമോഹികളാകും, അവർ നന്ദിയില്ലാത്തവരായിരിക്കും, അവർ അഹങ്കാരികളായിരിക്കും, കൃതജ്ഞത ഇല്ലാത്തവരായിരിക്കും, അഹങ്കാരികളായിരിക്കും. അതിനുശേഷം നോക്കുക, അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും. നോക്ക്, എന്തെല്ലാം ഡിഗ്രികളാണ് ഇവർക്കുള്ളത്. ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളന്മാരും. എന്താണ്? ദൈവത്തെക്കാൾ സുഖത്തെ അധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ. എന്തിനാണ് സ്നേഹിക്കുന്നത്? ദൈവത്തെക്കാൾ അധികമായി സുഖത്തെ. മനുഷ്യൻ ദൈവത്തിലധികമായിട്ട് സുഖത്തെ അന്വേഷിക്കുന്നവരാണ് ഇന്ന്. പുറമേ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്വജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്നാണ് ദൈവത്തിന്റെ വചനം. അവരെ വിട്ട് ഒഴിയുക എന്ന് പറയുന്നു. അവരുടെ സംസാരങ്ങൾ കേട്ടാലോ വലിയ വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, എന്നാൽ പ്രവൃത്തിയിൽ വരുമ്പോൾ മാത്രം അതൊന്നും കാണുകയില്ല. ഞങ്ങൾ വലിയ ആളുകളാണെന്ന് പറഞ്ഞ് പരത്തുന്നത് വലിയ വലിയ ആളുകളാണെന്നാണ് പറയുന്നത്. പിന്നെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ പറയും, ഞാൻ 10 രൂപ കാണിക്കട്ടല്ലോ. ദൈവം ചെയ്ത നന്മകൾക്ക് പകരമായിട്ട് 10 രൂപ കാണിക്കിടുന്നതാണോ? അല്ലെങ്കിൽ 50 രൂപ സ്വതരാശി ഇടുന്നതാണോ? എന്താണ് ദൈവത്തിനോട് ചെയ്യുന്നത് വെച്ചാൽ പറയാം, കൂട്ടായ്മയ്ക്ക് വന്നിരുന്നില്ലേ എന്ന്. കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുന്നതാണോ വലിയ ത്യാഗം? എന്താണ്? ഉറക്കം കളഞ്ഞിട്ട് ഞാൻ മീറ്റിങ്ങിന് വന്ന് ഇരുന്നിട്ടും എനിക്ക് എന്താണ് കിട്ടിയത്? അതായത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് നീ ആരാധിക്കാൻ വരുന്നത്? എന്താണ്? എനിക്ക് വേണ്ടി പ്രാണനെ നൽകിയതായ യേശുക്രിസ്തുവിനു വേണ്ടി ഞാൻ എന്തെല്ലാം തിരികെ കൊടുത്താലും അത് ത്യാഗം ആകുന്നില്ല. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന മിഷണറി ആഫ്രിക്കയിൽ ദൈവവേല ചെയ്യാൻ പോയി. ആ സമയത്ത് അവിടെ വെച്ച് അദ്ദേഹത്തെ പുലി ആക്രമിച്ചു. മുഖമെല്ലാം കീറുവാനിടയായി. അദ്ദേഹത്തിന്റെ മുഖമെല്ലാം ആകപ്പാടെ വികൃതമായിട്ട് ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധമായി തീർന്നു. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് തിരികെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വികൃതമായത് ആളുകൾ കണ്ടിട്ട്, അയ്യോ, കർത്താവിനു വേണ്ടി എത്ര വലിയ ത്യാഗമാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗം ഓർക്കുമ്പോൾ ഞാൻ ചെയ്തതൊക്കെ ഒരു ത്യാഗമാണോ? ഇന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മോടുള്ള സ്നേഹം കൊണ്ട് സ്വർഗത്തെ ഉപേക്ഷിച്ച് ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിക്കാതെ, എന്താണ്, ബേത്ലഹേം എന്ന ഒരു ചെറിയ ഗ്രാമത്തില് അവിടെയുള്ളതായ ഒരു പശുത്തൊട്ടിയില് ജനിക്കേണ്ടി വന്നവനായ നമ്മുടെ കർത്താവ്, ആ ദൈവത്തിന്റെ ത്യാഗം ഓർക്കുമ്പോൾ ഇന്ന് നാം ഓട്ടോ വിളിച്ച് അല്ലെങ്കിൽ ബസ്സിൽ കയറി ദൈവത്തെ ആരാധിക്കാൻ വരുന്നതാണോ ഒരു ത്യാഗം? എന്താണ്? എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇത്രത്തോളം ത്യാഗം ചെയ്തപ്പോൾ അവനു വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്താലും അത് ത്യാഗമാവില്ല.
ആ ഒരു മനസ്സോടുകൂടിയാണ് ഞാൻ ദൈവവേല ചെയ്യുന്നത്. 40 വർഷമായിട്ട് ഞാൻ ദൈവവേല ചെയ്യുന്നുണ്ട്. ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് എന്തു നേടാൻ കഴിഞ്ഞു, എന്തു സമ്പാദിക്കാൻ കഴിഞ്ഞെന്ന് പലരും ചോദിച്ചേക്കാം. ഞാനൊരു വസ്തു വാങ്ങിയില്ല, വലിയൊരു വീട് വാങ്ങിച്ചില്ല, ഒരു സാധാരണ കുടില് പോലും വാങ്ങിയിട്ടില്ല. എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല, ഒന്നും മാറ്റിവെച്ചിട്ടില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും ഞാൻ മാറ്റിവെച്ചില്ല. എന്നാൽ അവൻ്റെ വേലയിൽ ഞാൻ മുൻപോട്ട് പോകുന്നത് കൊണ്ട് എൻ്റെ യൗവനക്കാലത്തിൽ ഞാൻ സമർപ്പിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഇപ്പോൾ വരെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 60 വയസ്സായിരിക്കുന്നതായ ഈ സന്ദർഭത്തിലും ഞാൻ ദൈവത്തിൻ്റെ വേലയിൽ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതാ, നിങ്ങളെല്ലാം എനിക്ക് നേടുവാൻ കഴിഞ്ഞു. എന്തായിരുന്നു എൻ്റെ സമ്പാദ്യം? ഏതു നാട്ടിൽ ചെന്നാലും ആ നാട്. എത്ര ആളുകൾ വന്നിരിക്കുന്നെന്ന് നോക്കുക. നിങ്ങളുടെ പിതാവ് വന്നാൽ നിങ്ങളുടെ ഭർത്താവ് വരുമോ? ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളാൻ പറയും. എന്നാൽ എത്ര ആളുകളാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വരുന്നതെന്ന് നോക്കുക. ഇത് പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയുന്നതല്ല. ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുണയാണ്, പ്രാർത്ഥനയുടെ ശക്തിയാണ്, വിശ്വാസമാണ്. എന്തു നേടി എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അത് ഇഹത്തിലും പരത്തിലുമായിട്ട് 100 മടങ്ങ് കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുവാൻ ഇടയാകും. എൻ്റെ മാതാവിനെ വിട്ടിട്ട് ഞാൻ 18-ാമത്തെ വയസ്സിൽ ദൈവവേലയ്ക്ക് പോയി. എനിക്കിപ്പോൾ എത്ര അമ്മമാരുണ്ടെന്ന് അറിയാമോ? എത്രയോ അമ്മമാരുണ്ട്, എത്രയോ സഹോദരന്മാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. കർത്താവിന് വേണ്ടി നീ നഷ്ടപ്പെടുത്തിയതിന് 100 ഇരട്ടി കർത്താവ് പ്രതിഫലം നൽകാനിടയാകും. പണം കൊണ്ട് നീ നേടാൻ ശ്രമിച്ചാൽ പണമുള്ള സമയത്ത് മാത്രമേ നിനക്ക് നേടുവാൻ കഴിയൂ. ഒരു കാന്തത്തിനെ പോലെ അതിൻ്റെ കാന്തശക്തി നഷ്ടപ്പെട്ടാൽ പിന്നെ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. പണം കൊടുത്ത് സ്നേഹം വാങ്ങാൻ കഴിയില്ല, പണം കൊടുത്ത് അനുഗ്രഹം വാങ്ങുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ നാമത്തിൽ അവനു വേണ്ടി നീ കഷ്ടത അനുഭവിക്കുമ്പോൾ, അവനു വേണ്ടി നീ ത്യാഗം അനുഭവിക്കുമ്പോൾ, അവനു വേണ്ടി നീ എന്തെങ്കിലും നഷ്ടം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അനേകം ഇരട്ടിയായിട്ട് ഈ ലോകത്തിലും അതുപോലെ തന്നെ സ്വർഗത്തിലും ലഭിക്കും. ഈ അന്ത്യകാലത്ത് കർത്താവിൽ വിശ്വസിക്കുന്നതായ എല്ലാ ക്രിസ്ത്യാനികൾക്കും ആ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. അല്ലാതെ ഞാനിപ്പോൾ ആരാധിക്കാൻ പോകുന്നു, എനിക്ക് എന്ത് കിട്ടാനിടയാകും, എന്തെങ്കിലും ലാഭം കിട്ടുമോ, എന്നെ ആരെങ്കിലും സഹായിക്കുമോ, എനിക്കാരെങ്കിലും ജോലി വാങ്ങിച്ചു തരുമോ, എനിക്കാരെങ്കിലും സഹായം ചെയ്യുമോ, എൻ്റെ കടബാധ്യത ആരെങ്കിലും തീർത്തു തരുമോ എന്ന ആഗ്രഹത്തോടു കൂടി സഭയിൽ വരുന്ന അനേകരെ കാണുന്നുണ്ട്. ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. ദൈവത്തെക്കാൾ അധികമായി പണത്തെ സ്നേഹിക്കുന്നവരും പുറമെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിട്ട് കാണപ്പെടുന്നു. അവസാനം പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നീ ഒഴിഞ്ഞിരിക്കുവാൻ ശ്രമിക്കുക. അതായത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുവാൻ പാടില്ല. അവരുമായിട്ട് നീ സഹകരിച്ചാൽ നിന്നിൽ ഉള്ള വിശ്വാസം കൂടെ ക്ഷീണിച്ച് പോകുവാനിടയാകും. ദുഷ്ടനുമായിട്ടുള്ള കൂട്ടായ്മ നല്ല ആളുകളെയും മോശമാക്കി മാറ്റും. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് നിഷ്കളങ്കരായ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കണമെങ്കിൽ അഹങ്കാരികളുമായി കൂട്ടുകൂടുവാൻ പാടില്ല. ദ്രവ്യാഗ്രഹികളുമായിട്ട് നാം സഹകരിക്കുവാൻ പാടില്ല. വമ്പ് പറയുന്നവരുമായി കൂടിച്ചേർന്ന് നമ്മളും വമ്പ് പറയാൻ ശ്രമിക്കരുത്. സ്നേഹമില്ലാതെ ഇരിക്കുവാൻ പാടില്ല. അല്ലെങ്കിൽ വാത്സല്യമില്ലാത്തവരായിട്ടിരിക്കാൻ പാടില്ല. വാത്സല്യമില്ലാത്തവരുമായി കൂട്ടുകൂടാൻ പാടില്ല. മോഹത്തോടെ നോക്കുന്ന ആളുകളുമായിട്ട്, ദുശീലത്തിന് ഇടം കൊടുക്കുന്നതായ ആളുകൾ, ജഡത്തിൻ്റെ സ്വഭാവങ്ങളുള്ളതായ വ്യക്തികൾ, ഭക്ഷണപ്രിയരായിരിക്കുന്നതായ വ്യക്തികൾ, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നീ സഹവസിക്കുവാൻ പാടില്ല. എന്തെല്ലാം വിഷയങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതല്ലേ? നീ ദൈവത്തിൽ വിശ്വസിച്ചതിന് ശേഷം നിന്റെ ഹൃദയത്തെ ശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. ലോകത്തിൻ്റെ മാലിന്യം നിന്നിൽ വരാതെ കർത്താവിൽ നീ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നിന്നെ നീ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കേണ്ടതാണ്. ഈ ദിവസം മുതൽ ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ യേശുവിനെ പോലെ ജീവിക്കും. ഇത് അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്ത് മനുഷ്യരുടെ സ്വഭാവം മറുതലിക്കുന്നതായ സ്വഭാവമായിരിക്കും. എല്ലാവരും അത് കളിക്കുന്നുണ്ടല്ലോ, ഞാൻ പിന്നെ കളിച്ചാൽ എന്താണ്? എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും അവിടെ പോകുന്നുണ്ടല്ലോ, എനിക്കും അവിടെ പോകണം. ഐ വാണ്ട് ടു ബി ഡിഫറെന്റ്. ഞാനൊരു പ്രത്യേക വ്യക്തിയാണ്. എല്ലാവരും ലോകത്തെ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നില്ല. എല്ലാവരും പണത്തിൽ ആശ്രയിക്കുന്നു, എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല. എല്ലാവരും ചീത്ത വിളിക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ വായിൽ നിന്ന് ചീത്തയുടെ വാക്കുകൾ വരികയില്ല. എല്ലാവരും ഒരുപാട് ദുശീലങ്ങൾക്ക് അടിമയായിരിക്കുന്നു. സിഗരറ്റ് വലിക്കുന്നു, ബ്രാൻഡിയും വിസ്കിയും കുടിക്കുന്നു. ഞാൻ കുടിക്കില്ല. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്.
എല്ലാവരും ചീട്ട് കളിക്കുന്നു, ചൂതാട്ടം നടത്തുന്നു. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ വില കൊടുത്ത് വാങ്ങപ്പെട്ടവനാണ്. എല്ലാവരും സിനിമ കാണാൻ പോകുന്നു. ഞാൻ പോകില്ല. വ്യർത്ഥമായ കാര്യങ്ങൾ കാണാതെ എൻ്റെ കണ്ണ് ഞാൻ തിരിക്കുവാനിടയാകും. ഈ അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ഒരു തീരുമാനം നാം എടുക്കേണ്ടതാണ്. ചെറിയൊരു ബിൽഡിങ്ങിലാണെങ്കിലും, ചെറിയൊരു കുടിലിലാണെങ്കിലും, വലിയൊരു ഭവനത്തിലാണെങ്കിലും, എത്ര വലിയ വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും വിദ്യാഭ്യാസമില്ലാത്തവനാണെങ്കിലും, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ശുദ്ധ ഹൃദയം, നുറുങ്ങിയ ഹൃദയം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട യാഗം. എല്ലാവരും തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സമയത്ത് നിന്റെ മുറിവേറ്റ കരങ്ങളൊന്ന് നീട്ടുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിന്റെ വചനം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അന്ത്യകാലത്ത് പ്രതികൂലങ്ങൾ നിറഞ്ഞതായ ഈ കാലഘട്ടത്തിൽ, മനുഷ്യർ മറുതലിച്ച് ജീവിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ, നിന്റെ നാമം ധരിച്ചിരിക്കുന്ന ഞങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കുന്നതിന് വേണ്ടി, വേർപെട്ട് ജീവിക്കുന്നതിന് വേണ്ടി, പാപത്തെ വെറുത്തുകൊണ്ട് ജീവിക്കുവാൻ, സ്നേഹമുള്ളവരായിട്ട് ജീവിക്കുവാൻ, ക്ഷമയുള്ളവരായിട്ട് ജീവിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുന്നവരായി ജീവിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്നവരെ അങ്ങയുടെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണ് കർത്താവേ. എല്ലാവരുടെയും ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. എല്ലാവരുടെയും അധരങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. എല്ലാവരുടെയും കുടുംബത്തിൽ നിന്റെ സമാധാനം വസിക്കേണ്ടതിന് വേണ്ടി നിന്റെ സമാധാനം അവരിലേക്ക് അയക്കണമേ. ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ശാന്തിയോടെ സമാധാനത്തോടു കൂടി ജീവിക്കുവാൻ, പിന്നീട് ലോകത്തെ വിട്ട് പിരിയുന്ന സമയത്ത് നിന്റെ രാജ്യത്തിൽ യുഗങ്ങളായി സമാധാനത്തോടെ നിത്യജീവിതത്തിൽ വസിക്കുവാനായി ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതം അവന് സമർപ്പിക്കുക, നിങ്ങൾക്കുള്ളത് ദൈവത്തിന്റെ നാമത്തിന് കൊടുക്കുക. നന്മയെയും അഭിവൃദ്ധിയെയും അനുഗ്രഹത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും. യൗവനപ്രായത്തിൽ തന്നെ എൻ്റെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു. എൻ്റെ ജീവിതം കർത്താവ് എത്രയോ ആളുകൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവും കർത്താവിനെ ഏൽപ്പിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഫോൺ ചെയ്യുക, SMS അയയ്ക്കുക, ഇമെയിലിൽ കൂടിയും കത്തുകളിൽ കൂടി നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങളും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. ദൈവം തന്റെ അത്ഭുത കാര്യങ്ങൾ ചെയ്യാനിടയാകും. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. ഈ ശുശ്രൂഷകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണെന്ന് ഞാൻ പറയേണ്ടതായ കാര്യമില്ല. ഈ ശുശ്രൂഷയിൽ നിങ്ങളും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സംഭാവനയും സഹായവും ഓൺലൈനിൽ കൂടി DDMO കൂടിയും അയക്കാൻ കഴിയും. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. എൻ്റെ ജീവിതം എന്തായിത്തീരും? എങ്ങനെ ഞാൻ ഈ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകും? എൻ്റെ മുൻപിൽ ഒരുപാട് ബാധ്യതകളുണ്ട്. ഇവയെല്ലാം ഞാൻ എങ്ങനെ തീർക്കുവാനിടയാകും? എനിക്കതിനുള്ള ശക്തിയില്ല, എനിക്കതിനുള്ള ബലമില്ല, എനിക്കതിനുള്ള കഴിവില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു അവസ്ഥയിലാണോ നിങ്ങളുള്ളത്? നിങ്ങൾ എന്തു ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്നതായ കർത്താവുണ്ട്. നിങ്ങളോട് കൂടെയിരുന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതായ ഒരു കർത്താവുണ്ട്. നിങ്ങളെ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എത്രയോ വൻ കാര്യങ്ങൾ നിങ്ങളിൽ കൂടി ദൈവം ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ആശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ ചെയ്യുക, കത്തെഴുതുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അപ്പോൾ ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ സന്നിധി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ എപ്പോഴും ഒരുക്കത്തോടെയായിരിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കി മാറ്റുന്ന കർത്താവാണ്. നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഈ കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുക, അവന്റെ സാക്ഷികളായി ജീവിക്കുക. കർത്താവിന്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അത് ദൈവനീസത്തിൻ ദർശനം.
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ